നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. താന്യത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീടിനകത്ത് തീപിടുത്തം. താന്യം സ്കൂളിന് തെക്കുവശത്തുള്ള പരേതനായ കക്കേരി നരേന്ദ്രന്റെ ഭാര്യ കൃഷ്ണവേണിയുടെ വീടിനാണ് തീപിടിച്ചത്. ഞായറാഴ്ച വൈകിട്ട് വീടിന്റെ പരിസരം വൃത്തിയാക്കുന്നതിനിടയിലാണ് വീട്ടിൽ നിന്ന് പുകയും കത്തുന്നതിന്റെ ഗന്ധവും വന്നത്. ഉടനെ ഇവർ ഓടിയെത്തി വാതിൽ തുറന്നപ്പോൾ വീട് മുഴുവനും പുകയും കരിയും കൊണ്ട് നിറഞ്ഞിരുന്നു. വീടിനകത്തെ സോഫ, കിടക്ക എന്നിവയും കത്തിയമർന്നു. വയറിങ്ങും ഫാനുകളും ഉരുകിയ നിലയിലാണ്. ചുമരുകളിലെല്ലാം കരി പിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ അടുത്താണ് വീടുപണി പൂർത്തീകരിച്ചത്. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തെ പണി കഴിഞ്ഞ് വന്നു പുറത്തിരിക്കുമ്പോൾ എനിക്കൊരു മണം കേട്ടിട്ട് ഞാൻ വാതിൽ തുറന്നപ്പോൾ ഭയങ്കര പുക തട്ടി. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ തന്നെ പിന്നോക്കം ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ കയറി നോക്കുമ്പോൾ സോഫയൊക്കെ ആകെ പോയി, അടുക്കള എല്ലാ ഭാഗം പോയി. അപ്പോൾ എനിക്ക് കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞാലും വലിയ കാഴ്ച ഇല്ല. ഞാൻ എന്നിട്ട് ഈ മാറാലൊക്കെ ഒന്ന് പതുക്കെ അടിച്ചു. അപ്പോഴേക്കും വയറിങ്കാർ വിളിച്ച് അവർ വന്നു. അവർ വന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എടുക്കും വേണ്ട, ഇവിടെ ചെയ്യും വേണ്ട, അവർ മറ്റന്നാ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് സംഭവം ഉണ്ടായത്? കാലത്ത് 8 മണിക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. വാടാനപ്പള്ളി ഭാവന റാഫി കോർണറിന്റെ 45-ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പ്രതിഭാ സംഗമവും കലാകായിക വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. ഭാവന സാംസ്കാരിക നിലയത്തിൽ നടത്തിയ യോഗം ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് OJ ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഭാവന പ്രസിഡന്റ് റംസാൻ അലി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഷെബീർ അലി, ട്രഷറർ മുഹമ്മദ് ഇസ്മയിൽ, അനിത ടീച്ചർ, ഭാവന സ്ഥാപക പ്രസിഡന്റ് AT സിറാജുദ്ദീൻ, വാടാനപ്പള്ളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജബ്ബാർ അറയ്ക്കൽ, TA മുഹമ്മദ് ഫാസിൽ, നാസർ കല്ലയിൽ, വാപ്സ ഖത്തർ, പ്രസിഡന്റ് പ്രേംജിത്ത് ഖത്തർ, KMCC ട്രഷറർ PSM ഹുസൈൻ, UAE മൈത്രി കൺവീനർ AM നൂറുദ്ദീൻ, AT ഫൈസൽ, PB സുനിൽകുമാർ, MI കുഞ്ഞുമുഹമ്മദ്, PM ഷംസുദ്ദീൻ, സാബിർ കല്ലയിൽ എന്നിവർ സംസാരിച്ചു. പഴുവിൽ ശ്രീമൂലസ്ഥാനം വിഷ്ണുമായ ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ശ്രീമൂലം മഠാധിപതി സുഹാസ് ചന്ദ്രഹാസ സ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കതിർക്കറ്റകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ക്ഷേത്രം ട്രസ്റ്റി മേഘനാഥൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയ്മെന്റ് യൂണിയൻ CITU മണലൂർ മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു. മണലൂർ ഏരിയ സെക്രട്ടറി PG സുബിദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MK സദാനന്ദൻ അധ്യക്ഷനായി. CPM മണലൂർ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, VK വേലായുധൻകുട്ടി, ജനാർദ്ദനൻ മണ്ണുമ്മൽ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി TV മനോഹരൻ സെക്രട്ടറി, PB അജയൻ പ്രസിഡന്റ്, മിജി മാത്യു ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ശങ്കരമംഗലം ദേവസ്വം ട്രസ്റ്റിന് കീഴിലെ വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പിൽ ദിവാകരൻ നമ്പൂതിരി, മേൽശാന്തി നന്ദകുമാർ ഭട്ട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി തളിക്കുളം യൂത്ത് ഓഫ് പള്ളിക്കുന്ന് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. കൈതക്കൽ മദ്രസ ഹാളിൽ നടന്ന ചടങ്ങ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പർ ജീജ രാധാകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി. ക്ലബ് സെക്രട്ടറി നിസാർ, പ്രസിഡന്റ് ഇബ്രാഹിം, അക്ബർ, മനാഫ്, ഫാസിൽ എന്നിവർ സംസാരിച്ചു. 1500ഓളം ബിരിയാണിയാണ് വിറ്റത്. ഇതിൽ നിന്നും കിട്ടുന്ന തുക വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി കലക്ടർക്ക് കൈമാറുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. തളിക്കുളം തമ്പാൻകടവിൽ താമസിക്കുന്ന തേറമ്പിൽ പരേതനായ ചന്ദ്രശേഖരൻ ഭാര്യ യശോധര അന്തരിച്ചു.
98 വയസ്സായിരുന്നു. മക്കൾ പരേതനായ രാധാകൃഷ്ണൻ, പ്രസന്നൻ, മുകുന്ദൻ, ലത, സുധ, സുമ, ഉമ. മരുമക്കൾ ഇന്ദിര, ജോഷിത, ഗീത, പരേതനായ അഡ്വക്കേറ്റ് MP സുകുമാരൻ, അരുണൻ, ഡോക്ടർ ബലരാമൻ, ലാൽ. സംസ്കാര കർമ്മം തിങ്കളാഴ്ച വൈകിട്ട് 5-ന് വീട്ടുവളപ്പിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.